നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ചാപ്റ്റർ 23 എക്സസൈസുകളാണ്. ചാപ്റ്റർ 23 എക്സസൈസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നാളെ വൈകുന്നേരം 4 മണിക്ക് ചാപ്റ്റർ 24 ഒരു പരീക്ഷ നമ്മളൊരു ശരിക്കുള്ള സൂം മീറ്റിംഗ് ആയിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. സൂം മീറ്റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ആ സൂം മീറ്റിംഗിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് പിന്നെ അതിന്റെ വേറൊരു തരത്തിൽ സമാന്തരമായ സെഷൻ വയ്ക്കാം. പക്ഷെ ആ സൂം മീറ്റിങ്ങിലൂടെ നമ്മൾ എക്സസൈസുകൾ അപ്പൊ അതില് മുറാജ ഷഫഹിയ ഉണ്ടാവും, മിറാജ കിതാബിയ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഓറലും റിട്ടേൺ എക്സസൈസുകളാണ്. അപ്പോൾ റിട്ടേൺ എക്സസൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും തയ്യാറെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ഈ ചാപ്റ്ററിന്റെ എക്സസൈസ് നോക്കാം. അപ്പോ ഇത് കാണുന്നത് മുറാജ ഷഫഹിയ എന്ന് പറയുന്ന ഒരു എക്സാം. അദ്ദർസ് അസ്സാലിസ് വൽ അശ്റൂൻ അൽ വഹദ അസ്സാനിയത അശറത. താബീർ മുസവ്വർ എന്നുള്ളതാണ് ഒന്നാമത്തത്. അപ്പൊ ഇവിടെ ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ട്. ആ ചിത്രം എന്ന് പറയുന്നത് ഇതാണ്, ഒരു ഫുൾ ചിത്രം. അതില് ഒരരങ്ങുണ്ട്, അതുപോലെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസും ഉണ്ട്. ഇതിനെ സംബന്ധിച്ചിട്ട് ഈ പറയപ്പെട്ട ഒരു 5 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതുപോലെ നമ്മൾ ഇതിനു മുമ്പ് പല എക്സസൈസിലും കണ്ട ഓരോ ചിത്രങ്ങൾ കണ്ടിട്ട് അതിലെ എക്സസൈസുകൾ ചെയ്യലാണ്. ഇപ്പൊ ഇതിൽ 5 ചോദ്യങ്ങളുണ്ട്. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടിട്ടാണ് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഡെവലപ്പ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒന്നാമത്തത് മസ്മു ഹാദൽ മക്കാൻ, ഈ സ്ഥലം എവിടെയാണ്? ഐന എജ്ലിസു തലാമീദ്, അതായത് ഈ വിദ്യാർത്ഥികൾ, ഈ പറയപ്പെട്ട ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ ഇവരെവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ മാതാ യുഷാഹിദ് തലാമീദ്, ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണെന്നാണ്. മാതാ യുഷാഹിദ് തലാമീദ് എന്താണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്? അവർ ഈ സാധനമാണ് കണ്ടുകൊണ്ടിരിക്കുക, വേദിയിൽ നടക്കുന്ന ഈ പ്രോഗ്രാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ മസ്മുഹാദൻ നിഷാദ്, ഈ ആക്ടിവിറ്റിയുടെ പേരെന്താണെന്നാണ്. മൂന്നാമത്തത് കം തംസീലൻ യുഅദ്ദി തംസീൽ ഫി സൂറ. ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ അവസാനത്തെ ചോദ്യം എടുക്കാം. കം തിൽമീദൻ യുഅദ്ദി തംസീല ഫി സൂറ എന്നാണ്. അപ്പോ ഇതിന്ന് നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടു. കം തിൽമീദൻ യുഅദ്ദി തംസീൽ ഫി സൂറ. ചിത്രത്തിൽ ഇത് അവതരിപ്പിക്കുന്ന എത്ര പേരാണ്? അവതരിപ്പിക്കുന്ന ആള് 1, 2, 3, 4, 5. അപ്പൊ 5 പേരാണ് ഇവിടെ കം തിൽമീദൻ യുഅദ്ദി തംസീൽ. 5 ആൾക്കാരുണ്ട്. അതാണ് അഞ്ചാമത്തെ ഉത്തരം. അപ്പൊ നാലാമത്തെ മസ്മുഹാദ് നിഷാദ്, ഈ ആക്ടിവിറ്റിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ അതിൽ നിന്നുള്ള ഉത്തരം ഇവിടെ തന്നെ കിട്ടാം, തംസീൽ. ഇസ്മുഹാദ് നിഷാദ് ഹുവ തംസീൽ, തംസീലാണ്. ഇപ്പൊ 2 ചോദ്യത്തിന്. അപ്പോ മാതാ യുഷാഹിദ് തലാമീദ്, വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? ഈ പരിപാടിക്ക്, പ്രോഗ്രാമിന്റെ പേര് തംസീൽ, ഇസ്മുഹാദ് നിഷാദ് തംസീൽ എന്നാണ്. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയെ ഇതിനെ നാടകം എന്നാണ് പറയുന്നത്. അൽ മസ്റഹിയ. മാതാ യുഷാഹിദ് തലാമീദ് അൽ മസ്റഹിയ എന്നുള്ള മസ്റഹിയ, അൽ മസ്റഹിയ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐന യജ്ലിസു തലാമീദ്, വിദ്യാർത്ഥികൾ എവിടെയാണ് ഇരിക്കുന്നത്? അത് അവരുടെ കസേരകളിലാണ്. അതായത് അൽ മഖായിദ്, കസേരകളിലാണ് ഇതിരിക്കുന്നത്. ആ മഖായിദ് എവിടെയാണെന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. അൽ മഖായിദ് എവിടെയാണ്? അതൊരു ഓഡിറ്റോറിയത്തിലാണ്. ഫിസ്സാല, ഫിസ്സാല, അൽ മഖായിദ് ഫിസ്സാല. എന്തിന്റെ സ്വാലത്താണ്? അപ്പോ ഫി സ്വാലത്തിൽ മദ്റസത്തി എന്നാണ്. അത് കിട്ടണമെങ്കിൽ ആദ്യത്തെ ഉത്തരം കൂടെ കിട്ടുമ്പോഴേ അത് പൂർത്തിയാവുള്ളൂ. ആദ്യത്തെ ഉത്തരം എന്താണ്? മസ്മുഹാദൽ മക്കാൻ, ഇത് എവിടെയാണ് ഈ സ്ഥലം എന്നുള്ളതാണ്. അതായത് ഇത് മദ്രസയാണ്. അതിനുള്ള ഉത്തരം നമുക്ക് അൽ മദ്രസ, അതായത് മസ്റഹുൽ മദ്രസത്തി, ഇത് സ്കൂളിന്റെ ഓഡിറ്റോറിയമാണ് എന്നുള്ളതാണ്.
അതായത് സ്കൂളിന്റെ ഓഡിറ്റോറിയം. മസ്റഹുൽ മദ്രസത്തി. അതാണോ എന്ന് നോക്കാം. നമുക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് അതാണോ നോക്കാം. ഒന്ന്, അതാണോ നോക്കാം. മസ്ബു ഹാദൽ മക്കാൻ, ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം ഹാദാ മസ്റഹുൽ മദ്രസത്തി, ഇത് കോളേജിന്റെ ഓഡിറ്റോറിയമാണ്. അടുത്തത് ഐന യജ്ലിസു തലാമീദ് എന്നാണ് ചോദ്യം. യജ്ലിസു തലാമീദ് അലൽ മഖാഇദി ഫിസ്സാലത്തി, സീറ്റ്സ് ഓഫ് ദി ഓഡിറ്റോറിയം, സീറ്റ്സ് ഇൻ ദി ഓഡിറ്റോറിയം. അൽ മഖാഇദ് ഫിസ്സാല, they are sitting on, the students are sitting on the chairs in the auditorium. على المقاعد في الصالة. ماذا يشاهد التلاميذ؟ شاهد التلاميذ مسرحية. ما اسم هذا النشاط؟ ആക്ടിവിറ്റിയുടെ പേരെന്താണ്? തംസീൽ. കം തൽമീദ യുഅദ്ദി തംസീൽ ഫി സൂറ, എത്ര വിദ്യാർത്ഥികളാണ് ഇതിൽ ഇത് അവതരിപ്പിക്കുന്നത്? എത്ര വിദ്യാർത്ഥികളാണ് അവതരിപ്പിക്കുന്നത്? 5 എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നോക്കാം, 5 ആണോ? യുഅദ്ദി തംസീൽ ഖംസത്തു തലാമീദ്, അതാണ്. 5 വിദ്യാർത്ഥികളാണ്. അപ്പൊ അതാണ് അവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? സാനിയൻ അൽആൻ തകല്ലം അമ്മാ നുഷാഹിദുഹു ഫി സൂറ. ഇനി നമ്മൾ ഈ ചിത്രത്തിൽ കണ്ട കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. എന്തൊക്കെയാണത്? അതാണ് അടുത്ത ചോദ്യം. ഓക്കെ, എന്തൊക്കെയാണ് അടുത്തത്? എന്തൊക്കെയാണ് അടുത്തത് നോക്കാം. ഒന്ന്, ഇആദത്തു സിയാഖത്തുൽ ജുംല, ഇബ്ദഅൽ ജുംല അല്ലാത്തി ബിമാ തസ്മഉ ബൈനൽ ഖൗസൈൻ. ഇആദത്തു സിയാഖത്തുൽ ജുംല, ഇബ്ദഅൽ ജുമല അല്ലാത്തി ബിമാ തസ്മഉ ഔ ബൈനൽ ഖൗസൈൻ കമാ ഫിൽ മിസാൽ. ഉദാഹരണം, മിസാൽ നോക്കൂ. യുകല്ലിഫുൽ മുദർരിസൂന അത്തലാമീദ ബിവാജിബാത്തിൻ കസീറ. യുകല്ലിഫുൽ മുദർരിസൂന അത്തലാമീദ ബിവാജിബാത്തിൻ കസീറ. അൽ മുദർരിസൂന യുകല്ലിഫൂന അത്തലാമീദ ബിവാജിബാത്തിൻ കസീറ എന്നായിട്ട് മാറ്റണം. അപ്പൊ ഇവിടെ യുകല്ലിഫുൽ മുദർരിസൂന എന്ന് പറയുന്നത് ജുംല ഫിഅലിയാണ്. അതിന് പകരം അൽ മുദർരിസൂന എന്ന് പറയുന്ന ഇസ്മ കൊണ്ട് തുടങ്ങിയ ജുംല ഇസ്മിയായി മാറും. അത് മാത്രമാണ് വ്യത്യാസം. നോക്കൂ, ഇവിടെ യുകല്ലിഫു അൽ മുദർരിസൂന എന്ന് ആണ് ഇവിടെ. അതിന് പകരം മുദർരിസൂൻ എന്ന വാക്ക് കൊണ്ട് തുടങ്ങിയാൽ അൽ മുദർരിസൂന യുകല്ലിഫൂന, ഇതാണ് വ്യത്യാസം. എന്താ, ഇവിടെ ഏകവചനത്തിന്റെ സീഗ ഉപയോഗിക്കുന്നു, ഇവിടെ ജമ്മിന്റെ സീഗ ഉപയോഗിക്കുന്നു. അതാണ് വ്യത്യാസം. ജുംല ഫിഅലിയയിൽ ഏകവചനത്തിന്റെ സീഗ മതി, അതിന്റെ ഫായില് ജമ്മായിരുന്നാലും കുഴപ്പമില്ല. യുകല്ലിഫു അൽ മുദർരിസൂന. അതേസമയം അൽ മുദർരിസൂന എന്ന് തുടങ്ങിയാൽ യുകല്ലിഫൂന എന്ന് എഗ്രിമെന്റ് വരണം. ഇതാണ് ഇതിലുള്ള വ്യത്യാസം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നോക്കൂ, അതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ എന്താ? അന്ത സതഹ്ലുറു ഇലൽ മസ്ജിദി ലിസലാത്തുൽ ജുമുഅ. അന്ത സതഹ്ലുറു ഇലൽ മസ്ജിദി ലിസലാത്തുൽ ജുമുഅ. ഇവിടെ അന്തും എന്നാക്കിയാൽ എന്തൊക്കെ മാറ്റം വരും? ഇവിടെ അന്തയെ മാറ്റിയിട്ട് അന്തും എന്നാക്കിയാൽ സതഹ്ലുറു, അന്തും തുടങ്ങിയാൽ അന്തും സതഹ്ലുറൂന എന്നാണ്. അന്ത സതഹ്ലുറു, അന്തും സതഹ്ലുറൂന എന്ന മാറ്റം അല്ലേ? ഇലൽ മസ്ജിദി ലിസലാത്തുൽ ജുമുഅ. അടുത്ത, ഇവിടെ ഫാക്കിഹത്തു ത്വാഇഫി ലദീദത്തുൻ. ഇവിടെ തായിഫ് കൊണ്ട് തുടങ്ങിയ എന്തായിരിക്കും? ഫാക്കിഹത്തു ത്വാഇഫ്, തായിഫിലെ പഴങ്ങൾ രുചികരമാണ്, ലദീദത്താണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത്തായിഫ് കൊണ്ട് തുടങ്ങിയ എന്താ സംഖ്യ? അത്തായിഫു ഫാക്കിഹത്തുഹാ, തായിഫു ഫാക്കിഹത്തുഹാ ലദീദത്തുൻ, അവന്റെ അതിലെ പഴങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത്, അഖദൽ മുജാഹിദൂന അൽ മുസ്ലിമൂന യഹ്ജമൂന അലാ ജയൂഷി സലീബിയീന. അഖദൽ മുജാഹിദൂന ഉണ്ടാ, അഖദ സീഗ വന്നു. ഇവിടെ യുകല്ലിഫു എന്ന് പറഞ്ഞ പോലെ അഖദ എന്നാണ് വന്നിട്ടുള്ളത്.
അൽ മുജാഹിദൂൻ കൊണ്ട് തുടങ്ങിയാൽ ഇവിടെ പറഞ്ഞതുപോലെ അൽ മുദർറിസൂൻ എന്ന് തുടങ്ങുന്നത് പോലെ. അപ്പോ എന്താ പറയുക? അൽ മുജാഹിദൂൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുടങ്ങിയാൽ മുജാഹിദൂന അഹദൂ എന്ന് പറയണം. അഹദയ്ക്ക് പകരം അഹദൂ എന്ന് പറയണം. അഹദൂ. അഹദൂ. അൽ മുജാഹിദൂന അഹദു എന്നുള്ളതാണ് അല്ലെ. അപ്പോ അൽ മുജാഹിദീന അഹദു അൽ മുസ്ലിമീന. അൽ മുജാഹിദൂന അൽ മുസ്ലിമി സോറി അഹദൽ മുജാഹിദൂൻ അൽ മുസ്ലിമൂൻ. ഇത് രണ്ട് ഇതിന്റെ സിഫത്താണ്. അപ്പൊ എന്ത് പറയും? അൽ മുജാഹിദൂൻ അൽ മുസ്ലിമൂന അഹദു. അൽ മുജാഹിദൂൻ അൽ മുസ്ലിമൂന അഹദു യഹ്ജമൂന അലാ ജുയൂഷി സലീബീൻ. ഇതാണ് അതിന്റെ ശരിയായ ഉത്തരം. ഇനി ഇതിന്റെ ഉത്തരങ്ങൾ ഇവിടെ തന്നെ ടെക്സ്റ്റിൽ തന്നെ നോക്കാം, എങ്ങനെയുണ്ട് അതിന്റെ എന്ന് നോക്കാം. അതാണ് അതിന്റെ കുറെ കൂടെ എളുപ്പമുള്ളൊരു മാർഗം. നമുക്ക് അപ്പൊ തന്നെ കണ്ട് മനസ്സിലാക്കാൻ എളുപ്പം അതാണ്. അപ്പൊ അന്ത സതഹ്ലുറു എന്നുള്ള അന്തും സതഹ്ലുറൂന الطائف فاكهتها لذيذة المجاهدون المسلمون أخذوا يهجمون على جيوش السليم. അടുത്ത നാലാമത്തെ ചോദ്യം എന്താണ്? നാലാമത്തെ വജദ സുക്കാനു അത്തിഫ്ലത്തല്ലത്തി യബഹസു അൻഹൽ ബിൽദാൻ. വജദ സുക്കാനു അത്തിഫ്ല അല്ലത്തി യബ്ഹസു അൻഹൽ ബിൽദാൻ. കുട്ടികൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന കൊച്ചുകുട്ടിയെ താമസക്കാർ, അവിടുത്തെ സ്ഥലവാസികൾ കണ്ടെത്തി. വജദ സുക്കാൻ അത്തിഫില അല്ലത്തി യബ്ഹസു അൻഹൽ ബിൽദാൻ. അതിന്റെ ഉത്തരം എങ്ങനെയാണ്? അപ്പൊ അത് അത്തിഫില എന്ന് വേണം തുടങ്ങിയാൽ എങ്ങനെ അത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് കണ്ടത്? അത്തിഫിലത്തുല്ലത്തി. അത്തിഫില അല്ലത്തി അസുക്കാൻ എന്നാണ് ആദ്യം. അപ്പൊ അത്തിഫില അല്ലത്തി യബ്ഹസു അൻഹൽ വിൽദാൻ വജദഹാ അസുക്കാൻ. നേരത്തെ എങ്ങനെയാണ് വന്നത്? അസുക്കാൻ ഒന്ന്, ഈ വജദ സുക്കാൻ എങ്ങനെയാണ് കണ്ടത്? കണ്ടെങ്കിൽ നോക്കൂ. വജദ സുക്കാൻ അത്തിഫില അല്ലത്തി യബ്ഹസു അൻഹൽ വിൽദാൻ. അപ്പൊ തിരിച്ചു പറയുമ്പോ അത്തിഫിലത്തല്ലത്തി യബ്ഹസു അൻഹൽ വിൽദാൻ വജദഹാ അസുക്കാൻ എന്നാണ്. അങ്ങനല്ലേ? അത്തിഫിലത്തല്ലത്തി യബ്ഹസു അൻഹൽ വിൽദാൻ വജദഹാ അസുക്കാൻ. അടുത്തെന്താ? നഹ്നു തുഫ്നാ ബിൽ കഅബ. അതിന് മുമ്പ് എന്താ? അതിന്റെ ടെക്സ്റ്റ് എന്താണ്? അൽ ഹുജ്ജാജ് താഫു ബിൽ കഅബ. അതിനവിടെ നഹ്നു എന്നൊരു വാക്ക് കൊടുത്താൽ നഹ്നുൽ ഹുജ്ജാജ് എന്നുള്ളതാണ്. നഹ്നുൽ ഹുജ്ജാജ്. അപ്പൊ എന്താ വരിക? അൽ ഹുജ്ജാജ് നഹ്നു തുഫ്ന. അപ്പൊ ഹുജ്ജാജ് എന്ന് പറയുന്നതിന് പകരം അവിടെ നഹ്നു. ഹുജ്ജാജ് എന്ന് പറഞ്ഞാൽ അത് അവരെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞു. പക്ഷേ നഹ്നു ഞങ്ങളാണ് ഹജ്ജാജിമാർ. അപ്പൊ നഹ്നു തുഫ്ന ബിൽ കഅബ എന്നാണ്. അത് മാറ്റേണ്ടി വരും നഹ്നു എന്ന് പറയുമ്പോൾ. അടുത്തെന്താണ്? അതിന് അഞ്ച് തരത്തിലുള്ള പാറ്റേൺ ആണ്. ഒന്ന് ജമീഉ ഹഉലാഇൽ മുജാഹിദീന യശ്തരികൂന ഫിൽ മാലിക് അൽ ഹുജ്ജാജ് താഫു ബിൽ കഅബ. ഇവിടെ എന്താ പ്രത്യേകത? അൽ ഹുജ്ജാജ് എന്നുള്ളതിന് പകരമാണ് ഇവിടെ നഹ്നു വയ്ക്കുന്നത്. ഇവിടെ വേറെ സ്ഥലമല്ല. അപ്പൊ അതുകൊണ്ട് ഹുജ്ജാജിനെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് നഹ്നു വയ്ക്കും. അതാണ് വ്യത്യാസം. അതായത് ഇവിടെ ഈ ഹുജ്ജാജ് എന്ന വാക്കിനെ ട്രാൻസ്പ്ലേസ് ചെയ്യുകയാണ് നഹ്നു കൊണ്ട്. അപ്പൊ ഇതിന് ഇവിടെ എന്ത് ചെയ്യും? ഈ നഹ്നുവിനെ കൊണ്ടുവന്ന്
ഇവിടെ വയ്ക്കുക. അപ്പോൾ നഹ്നു വന്നു കഴിഞ്ഞാൽ നഹ്നു തുഫ്ന എന്നാണ്. താഫയ്ക്ക് പകരം എന്ത് ചെയ്യും? തുഫ്ന. ഞങ്ങള് തവാഫ് ചെയ്തു. നഹ്നു തുഫ്ന. നഹ്നു തുഫ്ന അൽ കഅബ എന്നാണ്. അടുത്ത എന്താണ്? ബിൽ കഅബ. അടുത്തത് സയഷ്തരിക്ക് കുല്ലു എന്ന് പറയുന്നത് എവിടെ റീപ്ലേസ് ചെയ്യുന്നതാണ്? ജമീഉ ഹൗലാൽ മുജാഹിദീന സയഷ്തരിക്കൂന എന്നുള്ളത് മാറ്റിയിട്ട് സയഷ്തരിക്കു എന്ന് മാറ്റുന്ന. ഇതിനെ ഇങ്ങനെ യഷ്തരിക്കു കുല്ലുൽ മുജാഹിദ്, ജമീഉ എന്ന് പറഞ്ഞിടത്ത് കുല്ലു എന്നാണ് വെക്കുന്നത്. യഷ്തരിക്കു കുല്ലു ഹൗലാഇൽ മുജാഹിദീന, യഷ്തരിക്കു കുല്ലു ഹൗലാഇൽ മുജാഹിദീന ഫിൽ മാരിക, യഷ്തരിക്കു കുല്ലു ഹാദിഹിൽ മുജാഹിദീന ഫിൽ മാരിക. അതോ അങ്ങനെയാണ്? അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അങ്ങനെയാണോ? നോക്കൂ. അതെ, സയഷ്തരിക്കു കുല്ലു ഹൗലാഇൽ മുജാഹിദീന ഫിൽ മാരിക. ഇങ്ങനെയാണ് എൻ്റെ ക്ലാസിഫിക്കേഷൻ. ജമീഉ ഹൗലാഇൽ മുജാഹിദീന, ജമീഉ ഹൗലാഇൽ മുജാഹിദീന സയഷ്തരികൂന ഫിൽ മാരിക എന്നാണ്. ജമീഉ ഹൗലാഇൽ മുജാഹിദീന സയഷ്തരികൂന ഫിൽ മാരിക എന്നുള്ളത് സയഷ്തരിക്കു കുല്ലു എന്ന് പറഞ്ഞ് മാറ്റിയാൽ എന്താ സംഭവിക്കുക? സയഷ്തരിക്കു കുല്ലു ഹൗല. അവ ജമീഅ മാറ്റിയിട്ട് കുല്ലു. അപ്പൊ ഇതാണ് ജമീഉം കുല്ലും തമ്മിലുള്ള ഫിഅല്. ജുംല കൊണ്ട് തുടങ്ങുമ്പോൾ ജമീഉ എന്നുള്ള ഇസ്മിന്റെ സീഗനെ മാറ്റിയിട്ട് കുല്ലു എന്നാക്കി മാറ്റും. അത് ഒരു മാതൃക മനസ്സിലാക്കിയിരിക്കാനുള്ള ഒരു മാതൃക. ജമീഉ ഹൗലാഇൽ മുജാഹിദീന എന്നാണ്. കുല്ലു ഹൗലാഇൽ മുജാഹിദീന സയഷ്തരികൂന ഫിൽ മാരിക എന്നല്ല, ജമീഉ ഹൗലാഇൽ മുജാഹിദീന സയഷ്തരികൂന ഫിൽ മാരിക എന്നാണ് ഒരു ഇസ്മിയായ ജുംലയിലുള്ളത്. അത് സയഷ്തരിക്കു കുല്ലു, സയഷ്തരിക്കു എന്ന് തുടങ്ങുന്ന ഫഅലിയായ ജുംല കൊണ്ടുവന്നാൽ ജമീഉ മാറ്റിയിട്ട് സയഷ്തരിക്കു കുല്ലു ഹൗലാഇൽ മുജാഹിദീന ഫിൽ മാരിക എന്ന് മാറും. ഇതാണ് അതിൽ നമ്മൾ കണ്ടത്. അത്രയേ ഉള്ളൂ അതിൽ. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അടുത്തെന്താണ് നോക്കാം. മൂന്നാമത്തെ ചോദ്യം. ഈ മുറാജകളാണ്. ഈ വഹദ മുറാജയാണ്. അതിനുള്ള റിവ്യൂസ് ആണ്. ഇതുവരെ നമ്മൾ പഠിച്ച ചില കാര്യങ്ങളുടെ മുറാജത്തുകളാണ് ഉള്ളത്, റെപ്പിറ്റീഷൻസ് ആണ്. അതെങ്ങനെയാണ് നോക്കാം. മൂന്നാമത്തത് ഹിവാറുൽ ആണ്. ഹിവാറുൽ മറാഹിലിൽ അർബ അജ്റുൽ ഹിവാറാത്തിൽ അദ്യ കമാ ഫിൽ മിസാൽ. അത് 4 മർഹലത്തിലുള്ള ഹിവാറുൽ മറാഹിൽ അർബ, അവസാനത്തെ 4 മർഹലകളിലുള്ള ഹിവാറുകൾ, അതായത് നമ്മുടെ സംഭാഷണങ്ങളെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയാണ്. അജ്റുൽ ഹിവാറാത്തിൽ അദ്യ കമാ ഫിൽ, ഉദാഹരണത്തിന്റെ പോലെ നമ്മൾ അതിലെ ഹിവാറുകൾ ഉണ്ടാക്കണം. ഉദാഹരണത്തിന് ഇസ്അൽ ജമീലക ഇദാ സാറൽ മംലക്കത്തുൽ അറബിയ സൗദിയ. നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകനോട് ചോദിക്കുക, അയാള് സൗദി അറേബ്യ സന്ദർശിച്ചാൽ എന്തൊക്കെ ചെയ്യും? സന്ദർശിച്ചാൽ അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? നിങ്ങൾ സൗദി അറേബ്യ സന്ദർശിച്ച് തിരിച്ചു വന്നൊരു സുഹൃത്തിനോട് നിങ്ങൾ എന്തെല്ലാം ചോദിക്കും? ആ ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ, അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങൾ, പിന്നെ സന്ദർഭത്തിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ വിദ്യാർത്ഥിയും കിട്ടുന്ന ഉത്തരവ്, അത് ഇതിൽ ഒരെണ്ണ എല്ലാത്തിലും അങ്ങനെ കാണും. ഉദാഹരണത്തിന് ഹൽ സുൽത്തൽ മംലക്കത്തുൽ അറബിയ സൗദിയ ഒരു ചോദ്യം സ്വാഭാവികമാണ്. ഇങ്ങനെ സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ഇത് ചോദിക്കും, ഹൽ സുൽത്തൽ മംലക്കത്തുൽ അറബിയ സൗദിയ. അപ്പോ ഉത്തരം ഇല്ല, മാ സുൽത്തൽ മംലക്കത്തുൽ അറബിയ സൗദിയ എന്നൊരു ഉത്തരം കിട്ടാം. മാ സാറൽ മംലക്കത്തുൽ അറബിയ സൗദിയ ഉസ്താദ്, അത് മൂന്നാമത്തെ വിദ്യാർത്ഥി പറയണം. അത് ഒരാൾ നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിക്കുന്നു, ആ കൂട്ടുകാരൻ എൻ്റെ ഉത്തരം പറയുന്നു. മൂന്നാമതൊരു വിദ്യാർത്ഥി പറയാണ് തിൽമീദ് അപ്പൊ ഒന്നാമത്തെ വിദ്യാർത്ഥി, 2 വിദ്യാർത്ഥികൾ. ഒന്നാമത്തെ വിദ്യാർത്ഥി ഹൽ സുൽത്തൽ മംലക്കത്തുൽ അറബിയ സൗദിയ എന്ന് കൂട്ടുകാരനോട് ചോദിക്കുന്നു. രണ്ടാമത്തെ വിദ്യാർത്ഥി പറയുന്നു ഇല്ല, ഞാൻ സന്ദർശിച്ചില്ല എന്ന് പറയുന്നു. അപ്പൊ ഒന്നാമത്തെ വിദ്യാർത്ഥി ഉസ്താദിനോട് പറയാണ് മസാറ
അയാൾ സന്ദർശിച്ചില്ല മംലക്കത്തുൽ അറബിയ സൗദിയ യാ ഉസ്താദ്, ഉസ്താദിനോട് പറയാണ് കുട്ടി സന്ദർശിച്ചില്ല. ഇതുപോലെ ഇസ്അൽ ജമീലക്ക് ഇതാ അമിലൽ വാജിബ് ഹംസ്, നിങ്ങൾ ഇന്നലത്തെ എക്സസൈസ് ചെയ്തോ? രണ്ടാമത്തെ കുട്ടി പറഞ്ഞു ഇതാ ഷാഹദ മസ്രഹിയത്തിൽ, അപ്പോൾ മറ്റൊരാള് അതുപോലെ ഇതൊരു ചോദ്യം. അതുപോലെ ഇതാ ഷാഹദ മസ്രഹിയത്തിൽ മദ്രസ, നിങ്ങൾ കോളേജിലെ സ്കൂളിലെ നാടകം കണ്ടുപോ. ഇതാ ഖറ ഖിസ്സത്ത് സലാഹുദ്ദീൻ, സലാഹുദ്ദീന്റെ കിസ്സ കേട്ടുവോ, വായിച്ചുവോ? ഇതാ ദഹബലിൽ ഹജ്ജ് മാബി, ഉപ്പയോടൊപ്പം ഹജ്ജിന് പോയിട്ടുണ്ടോ? ഇതാ അഹാബാനി ദർസ്, ഇതാ സബാ, നിങ്ങൾ ഈ പ്രഭാതത്തിൽ ക്ലാസ്സിൽ ഹാജരായിട്ടില്ലേ? ഇതൊക്കെയാണ് ഒരു സിറ്റുവേഷൻസ്. അപ്പൊ ഇസ്അൽ ജമീലക ഇദാ സാറ അൽ മംലക്ക, നോക്കൂ ഇത്രയേ ഉള്ളൂ. ഇതാണ് സിറ്റുവേഷൻ. ഇദാ സാറൽ മംലക്കത്തുൽ അറബിയ സൗദിയ എങ്കിൽ ഈ മൂന്ന് ഒരു ചോദ്യം, ഒരു ഉത്തരം, ഉസ്താദിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അതുപോലെ ഇദാ അമിലൽ വാജിബ് അംസ്, ഇങ്ങനെയാണ് ചോദ്യം എങ്കിൽ എന്തായിരിക്കും? ഹൽ അമിൽത അൽ വാജിബ് അംസ് എന്നൊരു ചോദ്യം. ഫല മാ അമിൽതു അൽ വാജിബ് അംസ് എന്ന ഉത്തരം എങ്കിൽ ഉസ്താദിനോട് പറയണം മാ അമില അൽ വാജിബ് അംസ് യാ ഉസ്താദ്. ഇതാണ് ഈ രൂപത്തിൽ. അതാണ്. ഇതേപോലെ പിന്നെ ഇതെന്ത് ചെയ്യാം? അതുപോലെ ഇതിപ്പോ അങ്ങനെ ഓരോ സിറ്റുവേഷൻ, അങ്ങനെ ഈ 5 സിറ്റുവേഷൻ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്താൻ നോക്കാം. അത് അഞ്ചാമത്തെ സിറ്റുവേഷനിലെ ഇത് അഖാബ അനിദ്ദർസി ഹാദ സബഹ എന്നുള്ളതിന്റെ ഉണ്ടാ ഹൽ ഗിബ്ത അനിദ്ദർസ്, ഒന്നാമത്തെ ചോദ്യം. ല മാ ഗിബ്തു, ഇല്ലല്ല ഞാൻ ഉണ്ടായിരുന്നില്ല എന്നല്ല, ഞാൻ ഉണ്ടായിരുന്നത്. മാ ഗിബ്തു, ഞാൻ ഹാജരായിരുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. മാ ഗിബ്തു, ഞാൻ ഹാജരാകാതിരുന്നിട്ടില്ല എന്ന്. ഹൽ ഗിബ്ത അനിദ്ദർസ് ഫി സബഹ ഫി ഹാദ സബഹ, ഹൽ ഗിബ്ത അനിദ്ദർസ് ഹാദ സബഹ, രാവിലത്തെ ക്ലാസ് നീ പങ്കെടുത്തിട്ടില്ലേ? നീ ഇല്ലായിരുന്നോ? Are you absent today in the morning class? Are you absent the class today morning? No, I was present എന്നുള്ളത്. അന ഷാഹിദുൻ എന്നുള്ളതിന് ഇല്ല, മാ ഗിബ്തു അനിദ്ദർസ്. അപ്പൊ അതിന് ഉത്തരമായിട്ട് പറയണം മാ ഗാബ അനിദ്ദർസ്. ഇതേപോലെ ഇദാ ദഹബ ലിൽ ഹജ്ജി, ഇദാ ഖറഅ ഖിസ്സ, ഇദാ ഷാഹദ മസ്റഹിയ, ഈ സിറ്റുവേഷനിൽ ഉത്തരം പറയണം. ഇതൊക്കെ എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചെയ്ത് നോക്കണ്ട. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുറെ എക്സസൈസ് ചെയ്ത് ശീലമായിട്ടുള്ള അഡ്വാൻസ് ക്ലാസ് കേട്ടത് കൊണ്ട് ഇതൊരു പുതുമയല്ല. എന്നാലും ഇതാ മാസുറത്തും. അപ്പൊ രണ്ടാമത്തെ സിറ്റുവേഷൻ ഏതാണ്? ഇതാ അമിലൽ വാജിബ് അംസ ഞാൻ പറഞ്ഞു. ഇതാ ഷാഹദ മസ്റഹിയ, ഇതാ അമിലൽ വാജിബ് അംസ, അതങ്ങനെയാണ്. ഇതാ അമിലൽ വാജിബ് അംസ്, അപ്പൊ ഇതിന് അതിനൊക്കെ ഉള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഇതിലില്ല, അഞ്ചാമത്തെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് അപ്പൊ ഇതിന്റെ ഇതാ ഷാഹദ മസ്റഹിയത്തുൽ മദ്രസ എങ്ങനെ പറയും? ഹൽ ഷാഹത്ത മസ്റഹിയത്തുൽ മദ്രസ, ഒരു ചോദ്യം. ഉത്തരം ല മാ ഷാഹത്തു മസ്റഹിയത്തുൽ മദ്രസ. അപ്പൊ ഉത്തരം മാ ഷാഹദ മസ്റഹിയത്തുൽ മദ്രസ യാ ഉസ്താദ്, അതാണ്. ഇദാ ഖറഅ ഖിസ്സത്ത് സലാഹുദ്ദീൻ, ഇദാ ഖറഅ ഖിസ്സത്ത് മാ, അപ്പൊ ചോദ്യം ഹൽ ഖറഅത ഖിസ്സത്ത് സലാഹുദ്ദീൻ? ല മാ ഖറഅത ഖിസ്സത്ത് സലാഹുദ്ദീൻ. അപ്പൊ ഉത്തരം മാ ഖറഅ ഖിസ്സത്ത് സലാഹുദ്ദീൻ, മാ ഖറഅ ഖിസ്സത്ത് സലാഹുദ്ദീൻ യാ ഉസ്താദ്. ഇദാ ദഹബ ലിൽ ഹജ്ജ് മഅ അബീഹി, ഹൽ ദഹബ്ത ലിൽ ഹജ്ജ് മഅ അബീക്? ഹൽ ദഹബ്ത ലിൽ ഹജ്ജ് മഅ അബീക്? മാ ല മാ ദഹബ്തു ലിൽ ഹജ്ജ് മഅ അബീ. അപ്പൊ എന്താ പറയുക? മാ ദഹബ ലിൽ ഹജ്ജ് മഅ അബീഹി യാ ഉസ്താദ്. ഇദാ ഗാബ, അതുപോലത്തെ ഉദാഹരണം ഇവിടെ ഉത്തരം ഇവിടെ ഉണ്ട്. അടുത്തത്
ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. എന്താണ് നാലാമത്തത്? ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. എന്താണ് അർത്ഥം? ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ഹാത്തി അസ്ഇല ലമ്മാ യുക്കർറിറുഹുൽ മുഅല്ലിം, അധ്യാപകൻ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരങ്ങൾ സ്റ്റേറ്റ്മെന്റുകൾക്ക് ചോദ്യം കണ്ടെത്തണം. ഉദാഹരണം, മിസാൽ സഅലൽ മുഅല്ലിമു ഫിൽ ജോഗ്രാഫിയ, അധ്യാപകൻ ചോദിച്ചത് ജോഗ്രഫിയെ സംബന്ധിച്ചാണ്. ഫീമ സഅലൽ മുഅല്ലിം, ചോദിച്ചത് എന്താണ്? അദ്ദേഹം ചോദിച്ചത് എന്താണ്? ഇതാണ് ചോദ്യം. അഖദ അഹ്മദ് അൽ കിതാബ് മിൻ സദീഖി, അഹമ്മദ് തന്റെ സുഹൃത്തിന്റെ അടുത്ത് നിന്ന് പുസ്തകം എടുത്തു. മിമ്മൻ അഖദ, ആരെടുത്ത് വെച്ചപ്പോൾ ഫീമ മിമ്മൻ, ഈ രണ്ട് കാര്യങ്ങളോടെ പഠിക്കുന്നു. ഫീമ സഅല, എന്തിനെ സംബന്ധിച്ച് ചോദിച്ചു? മിമ്മൻ അഖദ, ആരെടുത്ത് വാങ്ങി. മിൻ പ്ലസ് മൻ, അതാണ് മിമ്മൻ. ഫീ പ്ലസ് മാ ആണ് ഫീമ. ഫീ മാ ആണ്. അപ്പൊ ആ മാലിൽ അലിഫ് ലോപിച്ചു പോകും. ഫീമ സഅല. അപ്പൊ തഹദ്ദസൽ ഉസ്താദ് അനിൽ ഹളാറത്തുൽ ഇസ്ലാമി, അപ്പൊ എന്താ ചോദിക്കുക? എന്തായിരിക്കും വിദ്യാർത്ഥി പറയേണ്ടത്? ഫീമ സഅലൽ ഉസ്താദു, ഫീമ സഅലൽ ഉസ്താദ്, തഹദ്ദസൽ ഉസ്താദ അനിൽ ഹളാറത്തുൽ ഇസ്ലാമി. തഹദ്ദസത്തിൽ ഉസ്താദയാണ്, അധ്യാപിക പറഞ്ഞു ഇസ്ലാമിക സംസ്കാരത്തെ കുറിച്ച്, നാഗരികതയെ കുറിച്ച്, അൽ ഹളാറത്തുൽ ഇസ്ലാമിയെ കുറിച്ചിട്ടാണ് അധ്യാപിക സംസാരിച്ചത്. തഹദ്ദസത്തിൽ ഉസ്താദ അനിൽ ഹളാറത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക നാഗരികതയെ കുറിച്ചാണ് അധ്യാപിക സംസാരിച്ചത്. അപ്പൊ ഫീമ തഹദ്ദസത്തിൽ ഉസ്താദ എന്നാണ് ചോദ്യം. ഫീമ തഹദ്ദസത്തിൽ ഉസ്താദ നോക്കൂ, അങ്ങനെയാണ്. ഫീമ അല്ല, ഇവിടെ അമ്മ ആണ്, അതാണ് വ്യത്യാസം. ഫീമ അല്ല, അമ്മയാണ്, അന്മ. അപ്പൊ ഇവിടെ അൻ കണ്ടിട്ട് അഥവാ ഫീ എന്ന് പറഞ്ഞ എല്ലാ പ്രിപ്പോസിഷനോടും മാ ചേർത്ത് ചോദിക്കുക. അപ്പൊ ഇലാമ ഇവിടെ കാണാം, ഇവിടെ അന്മയാണ്, അപ്പൊ ഫീമയല്ല. തഹദ്ദസത്തൽ ഉസ്താദ അനിൽ ഹളാറത്തുൽ ഇസ്ലാമി, അപ്പൊ ഫീമയ്ക്ക് പകരം അന്മ, അമ്മ തഹദ്ദസത്തിൽ ഉസ്താദ എന്നാണ് ഒന്നാമത്തെ ഉത്തരം. അടുത്ത ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇന്തസറ സലാഹുദ്ദീൻ അലൽ അഅദാഇ, ഇന്തസറ സലാഹുദ്ദീൻ, ഇന്തസറ സലാഹുദ്ദീൻ അലൽ അഅദാഇ. അപ്പൊ എന്താ ചോദിക്കും? അലാമൻ ഇന്തസറ സലാഹുദ്ദീൻ അലൽ അഅദാഇ, അതായത് സലാഹുദ്ദീൻ ശത്രുക്കൾക്കെതിരെ സഹായിച്ചു, വിജയിച്ചു എന്നാണ്. ഇന്തസറ സലാഹുദ്ദീൻ അല്ല. അപ്പൊ എന്താ പറയുക? അലാമൻ ഇന്തസറ സലാഹുദ്ദീൻ, സലാഹുദ്ദീൻ ആരുടെ മേലാണ് വിജയിച്ചത്? അലൽ അഅദാഇ, അതാണ് ചോദ്യം. അലാമൻ, അലാമൻ ഇന്തസറ സലാഹുദ്ദീൻ. അടുത്ത ചോദ്യം എന്താണ്? ഖാമ അഹ്മദ് ബി ജൗലത്തിൻ ഫിൽ ഖാഹിറ. അപ്പൊ ഖാമ അഹ്മദ് ബി ജൗലത്തിൻ ഫിൽ ഖാഹിറ, ബി ജൗലത്തിൻ ഫിൽ ഖാഹിറ, അതാണ് ഉത്തരം കിട്ടേണ്ടത്, അതാണ് എന്റെ ഉത്തരമായി വരേണ്ടത്. അപ്പൊ എന്തായിരിക്കും ഇത് ഉത്തരം? അപ്പൊ ഇത് ഖാമ അഹ്മദ് എന്നുള്ളത് മൻ, അപ്പൊ എന്തായിരിക്കും? ഫീമൻ, മിമ്മൻ, ഫീമൻ, മിമ്മനാണ്. സോറി, അതൊന്നുമല്ല. ബിമഖാമ അഹ്മദ് എന്ന, എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടെന്നത്? ബിമഖാമ, ഖാമ അഹ്മദ് ബി ജൗലത്ത്, അപ്പൊ ബി മാത്രമാണ്. അപ്പൊ ഈ പ്രിപ്പോസിഷൻ ആണ്. ഇവിടെ അൻ, ഇവിടെ അല, ഇവിടെ ബി. അപ്പൊ അതാണ് നമ്മള് ശ്രദ്ധിക്കാനുള്ള. ഞാനും എനിക്ക് ശ്രദ്ധ വിട്ടുപോയി. അവിടെ ബി എന്നുള്ളത്, ഇവിടെ ബി ആണ് കാണുന്നത്, ഇവിടെ അലയാണുള്ളത്, ഇവിടെ അന്നാണ്. അപ്പൊ ഒന്നാമത്തേത് തഹദ്ദസത്തിൽ ഉസ്താദ അനിൽ ഹളാറത്തുൽ ഇസ്ലാമി, അപ്പൊ
അമ്മാ തഹദ്ദസത്തിൽ ഉസ്താദ അലാമൻ ഇന്ദസറ സലാഹുദ്ദീൻ ബിമാ ഖാമ. ഖാമ അഹ്മദ് ഇവിടെ ഫിഅലാണ്, ബിമൻ അല്ല. ബിമാ ഖാമ ബിജൗലത്ത്. ബിമാ ഖാമ അഹ്മദ്, ബിമാ ഖാമ അഹ്മദ് ബിജൗലത്ത്, ബിമാ ഖാമ അഹ്മദ് എന്നാണ്. അപ്പൊ അടുത്തെന്താണ്? തവജ്ജഹൽ ഹുജ്ജാജ് ഇലാമ, ഇലാമ തവജ്ജഹ അൽ ഹുജ്ജാജ്, ഇലാമ തവജ്ജഹ അൽ ഉസ്താദ്, ഇലാമ, ഇലാമ. അതാണ് അതുകൊടുത്ത ഫക്കറൽ അബവാൻ ഫി ഇബ്നിഹിമ, ഫീമൻ, ഫീമൻ ഫക്കറൽ അബവാൻ, ഫീമൻ ഫക്കറൽ അബവാൻ. ഇതാണ് ചോദ്യം. ഇതാ ഈ രൂപത്തിലാണ്. നോക്കാം അങ്ങനെയാണോ എന്ന് നോക്കാം. ഇല ഐന തവജ്ജഹ ഫീമൻ ഫക്കറൽ അബവാൻ. അപ്പൊ അതുപോലെ തന്നെയാണ്. ഇല ഐന, ഇല ഐന ബിമഖാമ, ഇവിടെ എന്താ ബിമഖാമ, ഇല ഐന അമ്മ, അമ്മ, അമ്മ തഹദ്ദസ അലാമൻ ബിമഖാമ ഇല ഐന ഫീമൻ ഫക്കറ. ഒക്കെയാണ്. അപ്പോ അമ്മ തഹദ്ദസത്ത് അൽ ഉസ്താദ അലാമൻ ബിമഖാമ ഇല ഐന ഫീമൻ. ഇത്രയും പ്രപ്പോസിഷൻ നമ്മൾ ഇന്ന് മനസ്സിലാക്കി പഠിച്ചു. അൽ അൻമ ആണ് അമ്മ, അൻമ. അലാമൻ ബിമഖാമ ഇല ഐന ഫീമൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചു. അടുത്തത് അടുത്തെന്താണ്? അതൊക്കെ ഇവിടെ ഈ 4 ഉത്തരങ്ങളും ഇവിടെ കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ഹൽ അമിൽത്തുൽ വാജിബാംസ് ലാ മാലിംതുൽ വാജിബാംസ് മാമിൽ വാജിബ്. അപ്പോ അടുത്തത് ചോദ്യം എന്താണ് നോക്കുക. ഹിവാർ മാൽ അർബ. അടുത്ത ഇഖ്തിസാർ എന്ന് പറയുന്നതാണ് അഞ്ചാമത്തെ ചാപ്റ്റർ. ഇഖ്തിസാറാണ്. ഇഖ്തിസാർ, ഇഖ്തിസാറിന്റെ ഉത്തരം 4 കഴിഞ്ഞ് ഇഖ്തിസാർ. ഇഖ്തിസാർ ഞാൻ ചുരുക്കി പറഞ്ഞു. ഹാത്തി കലിമ ഇബാറ വാഹിദ തബ്ദലൻ അമ്മാ തസ്മ ഐ അമ്മാ തഹ്ത. അതായത് ഇലാ ബൈത്തില്ലാഹിൽ ഹറാം എന്ന ഈ വാക്കിന് ഒരൊറ്റ വാക്കുകൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഹാത്തി കലിമ വാഹിദ ഇബാറ വാഹിദ് യതവജ്ജഹുൽ മുസ്ലിമൂന ഫി സ്വലാത്തിഹിം ഇലാ ബൈത്തില്ലാഹിൽ ഹറാം എന്നുള്ളത് ഇല അൽ കഅബ. അതാണ് ബൈത്തുല്ലാഹിൽ ഹറാം എന്ന് പറഞ്ഞാൽ കഅബയാണ്. കഅബയിൽ യതവജ്ജഹുൽ മുസ്ലിമൂന ഫി സ്വലാത്ത്. ബൈത്തുല്ലാഹിൽ ഹറാം എന്ന് പറഞ്ഞാൽ കഅബയല്ല, കഅബയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബൈത്തുല്ലാഹിൽ ഹറാമിന് വരെ കഅബ എന്ന് വെച്ചു. അതുപോലെ അതമന്ന അൻ നസൂറ ഔലൽ ഖിബ്ലത്തൈനി വസാനിയൽ ഹറമൈൻ. രണ്ട് ഖിബ്ലകളിൽ ആദ്യത്തേതും 2 ഹറമുകളിൽ രണ്ടാമത്തെ. ഹറമിന്റെ പവിത്രത കൊണ്ട് രണ്ടാമത്തതും ഖിബ്ലയായിട്ട് നിശ്ചയിക്കപ്പെട്ടതിൽ ആദ്യത്തേതുമായ സ്ഥലം ഏതാണ്? ബൈത്തുൽ മുഖദ്ദസ്. അതാണ് അതമന്ന അൻ നസൂറ ബൈത്തുൽ മുഖദ്ദസ് എന്നാണ് ഇവിടെ. അന ദാഇമൻ ഉഅദ്ദി മാ യത്ലുബുഹു മിന്നി അൽ മുഅല്ലിം ലിയഅമലഹു ഫിൽ മൻസിൽ. എന്തായിരിക്കും? വാജിബുൽ ബൈത്ത്. അന ദാഇമൻ ഉഅദ്ദി, ഞാൻ കൃത്യമായി നിർവഹിക്കാറുണ്ട്. മാ യത്ലുബുഹു മിന്നി, എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ആര്? അൽ മുഅല്ലിം, അധ്യാപകൻ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ലിയഅമലഹു ഫിൽ മൻസിൽ, വീട്ടിൽ വെച്ച് ഞാൻ ചെയ്യണമെന്ന് അധ്യാപകൻ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. അതെന്താണ്? വാജിബുൽ മൻസിൽ. അന ദാഹിബുൻ ഇലൽ മകാൻ അല്ലദി തുഖീമു ഫീഹി അൽ മദ്രസ മസ്റഹിയതഹ, ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലം എങ്ങനെയാണ്? അല്ലദി തുഖീമു ഫീഹിൽ മദ്രസ മസ്റഹിയത, അവിടെയാണ് സ്കൂള് അതിന്റെ നാടകങ്ങളൊക്കെ അരങ്ങേറുന്നത്. എവിടെ ആയിരിക്കും? അൽ മസ്റഹ്, ഒറ്റ വാക്ക്. മകാൻ അല്ലദി തുഖീമു ഫീഹി മദ്രസ മസ്റഹിയത മസ്റഹ്. അഅജബ്തു ജിദ്ദൻ ബിഖിസ്സത്തിൽ ഖായിദ് അല്ലദി ഇന്തസറ ഫീ മൗഖിയത്തി ഹിത്തീൻ. ഹിത്തീൻ യുദ്ധത്തിൽ വിജയശ്രീലാളിതനായ ആളുടെ കഥ ഞാൻ കേട്ടു. ആരാണ്? ഖിസ്സത്തു. ആരാണ്? സലാഹുദ്ദീൻ. അടുത്ത റകിബ്തു അൽ ഖിതാർ മിനൽ മകാൻ അല്ലദി യഖിഫു ഫീഹി ലിയർകബ റുക്കാബ്.
മിനൽ മഹത്ത റക്കിബ്തുൽ ഖിത്താർ മിനൽ മഹത്ത അൽ മക്കാൻ അല്ലദി യഖഫ് ഫീഹി ലിയർകബ്. ഇത്രയുമാണ്, ഇത്രയേ ഉള്ളൂ ഉത്തരം. അഞ്ചാമത്തെ ഉത്തരങ്ങൾ ഏതാണ് നോക്കാം. ഇഖ്തിസാർ ഒന്നാമത്തത് നസൂർ അൽ മസ്ജിദ് അൽ അഖ്സ. മസ്ജിദ് അൽ അഖ്സ ഞാൻ പറഞ്ഞതാണ് ബൈത്തുൽ മുഖദ്ദസ് എന്നാണ്, മസ്ജിദ് അൽ അഖ്സ എന്നാണ് ബൈത്തുൽ മുഖദ്ദസ്. രണ്ടാമത് വാജിബുൽ മൻസിൽ, വാജിബി, അൽ മസ്റഹ്, സലാഹുദ്ദീൻ, അൽ മഹത്ത. ഇതൊക്കെ ശരിയായ ഉത്തരങ്ങളാണ്. ഞാൻ അത് നോക്കാതെ പറഞ്ഞത് ചിലത് സാങ്കേതികമായി ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അടുത്തത് ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? അഞ്ച് എക്സസൈസ് ഉള്ളൂ. ഇനി ആറാമത്തെ എന്താ നോക്കാം. അഞ്ചായി, ഇനി ആറുണ്ടോ എന്ന് നോക്കാം. ആറാമത്തെ എക്സസൈസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതെ, ആറാമത്തെ എക്സസൈസ് ഉണ്ട്. അത് എങ്ങനെയാണ് ആറാമത്തെ എക്സസൈസ്? തന്മിയത്തുൽ ജുംല, ജുംല ക്രിയേറ്റ് ചെയ്യുക, ഉണ്ടാക്കുക, ജുംല ക്രിയേറ്റ് ചെയ്യുക, ജുംല ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ജുംല ഡെവലപ്പ് ചെയ്യുക, അതായത് ഡെവലപ്പിംഗ് എ സെന്റൻസ്. ഇതിൽ ജുമലില്ലാത്തിയ സിയാദത്തിൻ മാ തസ്മാഉ ബൈന ഖൗസൈൻ ഫി കുല്ലി മറത്തിൻ കമാ ഖുൽത. അപ്പോൾ ഓരോ തവണയും നമുക്ക് എന്ത് ചെയ്യാം? ധാരാളം സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അതിന്റെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. തുഫ്ന ഹൗലൽ കഅബ എന്നാണ് മുതൽമ. തുഫ്ന ഹൗലൽ കഅബ എന്ന് പറയാം. അതിനോട് ചേർത്ത് ബി മലാബിസുൽ ഇഹ്റാമി, ഇഹ്റാം വസ്ത്രത്തോടുകൂടി ഞങ്ങൾ ചെയ്തെന്ന് പറയാം. പിന്നെ സബഅ മറാത്തിൻ എന്ന് പറയും. തുഫ്ന ഹൗലൽ കഅബ ബി മലാബിസുൽ ഇഹ്റാമി സബഅ മറാത്തിൻ. പിന്നെ അത് അംസ് എന്ന് കൂടെ. തുഫ്ന ഹൗലൽ കഅബത്തി ബി മലാബിസുൽ ഇഹ്റാമി സബഅ മറാത്തിൻ അംസ്, ഇന്നലെയാണ്. അപ്പൊ തുഫ്ന ഹൗലൽ കഅബ, ഞങ്ങൾ കഅബ തവാഫ് ചെയ്തു എന്ന് ആദ്യം. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ കഅബ തവാഫ് ചെയ്തു എന്ന് രണ്ടാമത്. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ കഅബ തവാഫ് ചെയ്തു 7 പ്രാവശ്യം എന്ന് മൂന്നാമത്. തുഫ്ന ഹൗലൽ കഅബത്തി ബി മലാബിസുൽ ഇഹ്റാം സബഅ മറാത്ത്. അടുത്ത ഇന്നലെയാണ് ചെയ്തത്. തുഫ്ന ഹൗലൽ കഅബത്തി ബി മലാബിസുൽ ഇഹ്റാം സബഅ മറാത്തിൻ അംസ്, ഇന്നലെ 7 പ്രാവശ്യം ഇഹ്റാം വസ്ത്രത്തോടുകൂടി കഅബയ്ക്ക് മുന്നിൽ നമ്മൾ തവാഫ് ചെയ്തു. ഇനി വജദ്ന സയ്യാറ, എന്തൊക്കെ ചേർക്കാൻ പറ്റും? വജദ്ന സയ്യാറത്തിനോട് വിസാറത്തുൽ മആരിഫ്. അപ്പൊ എന്ത് ചെയ്യും? വജദ്ന സയ്യാറ ബി അല്ലെങ്കിൽ ബിഖുർബി വിസാറത്തുൽ മആരിഫ് എന്ന് പറയാം. അല്ലെങ്കിൽ വജദ്ന സയ്യാറ ഖരീബ മിൻ വിസാറത്തുൽ മആരിഫ് ഫി ഇന്തിളാറിന ഇൻദൽ ബാബി. ഇത്രയും വാക്കുകളാണ് അവിടെ ഉള്ളത്. അതുപോലെ ഉരീദു തദാക്കിർ, ഉരീദു സലാസു തദാക്കിർ, തദാക്കിറത്തിൻ അല്ലെ, തദാക്കിരിൻ ജമ്മന്റെ സിയാണ്. അർബഅത്തു അഖ്ലാം. ഉരീദു സലാസു തദാക്കിരിൻ, ഉരീദു സലാസു തദാക്കിരിൻ ലിയൗമിൽ ഖമീസ്, ഉരീദു സലാസു തദാക്കിരിൻ ലിയൗമിൽ ഖമീസ് ഫി ഹഫ്ലത്തിൻ, അല്ലെങ്കിൽ ലി ഹഫ്ലത്തിൻ. നോക്കാം എന്താണ് അതിലെ ഉത്തരം. ആറാമത്തത് നോക്കാം. വജദ്ന സയ്യാറ, വജദ്ന സയ്യാറ വിസാറത്തുൽ മആരിഫ്. അതാണ്. അതായത് ഞങ്ങൾ കാറ് കണ്ടു. 2 വിസാറത്തുൽ മആരിഫിന്റെ കാറ്, മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷന്റെ കുറുബി എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതൊന്നും ആവശ്യമില്ല. ഇതിലെങ്ങനെ വജദ്ന സിയാറത്ത വിസാറത്തുൽ മആരിഫ്, വിസാറത്തുൽ മആരിഫിന്റെ കാറ് കണ്ടു. വജദ്ന സിയാറത്ത് വിസാറത്തുൽ മആരിഫ് ഇന്തിളാറിന്, ഞങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് കണ്ടു. വജദ്ന സിയാറത്ത് വിസാറത്തുൽ മആരിഫ് ഇന്തിളാറിന് ഇൻദൽ ബാബ്. ഇത്രയും കണ്ടു. ഉരീദു തദാക്കിർ, എനിക്ക് ടിക്കറ്റ് ആവശ്യമുണ്ട്. ഉരീദു സലാസ തദാക്കിർ, 3 ടിക്കറ്റ് ആവശ്യമുണ്ട്. ഉരീദു സലാസ തദാക്കിർ ലിയൗമിൽ ഖമീസ്, വ്യാഴാഴ്ചയ്ക്കാണ് 3 ടിക്കറ്റ് ആവശ്യമുള്ള. ഉരീദു സലാസ തദാക്കിർ ലി ഹഫ്ലി യൗമിൽ ഖമീസ്, ഒരു വ്യാഴാഴ്ചത്തെ ദിവസത്തെ ഹഫ്ലയ്ക്ക് വേണ്ടി, അവിടുത്തെ സെഷന് വേണ്ടിയാണ്. അല്ല, ആ ഷെഡ്യൂളിലുള്ളതാണ് വേണ്ടത്. വ്യാഴാഴ്ചത്തെ ഷെഡ്യൂളിലായിട്ടുള്ള 3 ടിക്കറ്റാണ് ആവശ്യമുള്ളത്. ഇനി അതായത് വ്യാഴാഴ്ചത്തെ ഷോ എന്നൊക്കെ ഉള്ളതാണ് അർത്ഥം. 3 ടിക്കറ്റ് വേണം, 3 ടിക്കറ്റ് വേണം. വ്യാഴാഴ്ചത്തെ ടിക്കറ്റ് വേണം, വ്യാഴാഴ്ചത്തെ ഷോയ്ക്കുള്ള ടിക്കറ്റ് വേണം. ഇങ്ങനെയാണ് അത് വന്നത്. അപ്പൊ അത് ആറാമത്തെ സിസ്റ്റം അങ്ങനെയാണ് നമുക്കുണ്ട്. ഇനി 7ാമത്തെ എക്സസൈസ് കൂടെ ഉണ്ട്. 7ാമത്തെ എക്സസൈസ് എന്താണ്? മാതാ തഖൂൽ, ഓരോ സിറ്റുവേഷൻ. 8ാമത്തെ ഉണ്ട്. വലിയ സമീലിക്കലി താരിഫ് മിൻഹു ആസിമത്തുൽ മംലക്കത്തുൽ അറബിയ്യ സഊദിയ്യ.
മംലക്കത്ത് സൗദിയുടെ ക്യാപിറ്റൽ ഏതാണെന്ന് നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിക്കുന്നത് എങ്ങനെ? വാലിദിക്ക ലി താരിഫ മൗഇദ സഫരിഹി ലിൽ ഹജ്ജ്, നിങ്ങളുടെ ഉപ്പയോട് ഹജ്ജിന് പോകുന്ന സമയം എപ്പോഴാണെന്ന് നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെ? ലി സദീഖിക ലി താരിഫ മക്കാനൽ ഹഫ്ല തംസീൽ, നാടകത്തിന്റെ സെഷൻ, നാടകത്തിന്റെ ഷോ എത്ര മണിക്കാണെന്ന് നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിക്കുന്നത് എങ്ങനെ? ലിൽ ബായ്, കച്ചവടക്കാരനോട് ലി താരിഫ ഇദാക്കാൻ അൻദഹു കിതാബ് സലാഹുദ്ദീൻ, സലാഹുദ്ദീൻ എന്ന പുസ്തകം ഉണ്ടോ എന്ന് വിൽക്കുന്ന ആളിനോട്, സെല്ലറോട്, ബുക്ക് സെല്ലറോട് ചോദിക്കുന്നത് എങ്ങനെ? ലിൽ മുഅല്ലിമി ലി താരിഫ നതീജത്തുൽ ഇസ്തിബിയാൻ അൽ വാജിബുൽ മൻസൂബ്, അതായത് ഹോം എക്സസൈസ്, ഹോംവർക്കിന്റെ വിശദീകരണം, അതിന്റെ റിസൾട്ട് അത് പരിശോധിച്ചതിന് ശേഷം, ചെക്ക് ചെയ്തതിന് ശേഷം അതിന് കിട്ടിയ മാർക്ക്, അതിന്റെ റിസൾട്ട് എന്താണെന്ന് അധ്യാപകനോട് ചോദിക്കുന്നത്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് 7ാമത്തെ ചോദ്യങ്ങൾ. അപ്പൊ 1ാമത്തെ ചോദ്യം എന്താണ്? ആസിമത്ത് മംലക്കത്തുൽ അറബി സൗദിയ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നത് എങ്ങനെ? മാ ആസിമത്തുൽ മംലക്കത്തുൽ അറബി സൗദിയ എന്താണ്? അപ്പൊ മാ എന്നുള്ളതാണ്. അപ്പൊ പ്രശ്നം ഇതാണ്, ചോദ്യത്തിന്റെ ഫോർമാറ്റ് ആണ്. മാ ആസിമത്തു മംലക്കത്ത് സൗദിയ, എപ്പോഴാണ് പോകുന്നതെന്ന് ഒപ്പോട് ചെയ്യണം. മത്താ തുസാഫ്, നിങ്ങൾ എപ്പോഴാ പോകണമെന്ന് ചെയ്യും. ഇനി എവിടെയാണ് നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. ഐനൽ ഹഫ്ലു തംസീൽ, ഇനി സലാഹുദ്ദീൻ എന്ന പുസ്തകം നിങ്ങൾ തൊണ്ടോ എന്ന് ചോദിക്കുന്ന ഹൽ എന്തൊക്കെ നിങ്ങൾ തൊണ്ടോ. ഇനി ഇസ്തിബിയാനാണ്. വാജിബുൽ മൻസിൽ മാ നതീജത്ത്, മാ നതീജത്ത് മാ മത്താ ഐന ഹൽ, ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ. ഇതാണ് നമ്മൾ കണ്ടത്. അടുത്ത 8ാമത്തെ ഒരൊറ്റ എക്സസൈസും കൂടെ ഉണ്ട്, അത് നോക്കാം. 8ാമത്തെ എക്സസൈസ് എന്താണ്? മവാക്കിഫ്, ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ്. മാതാ തഫഅലു ഫിൽ മവാക്കിഫിലാത്ത, ഈ സിറ്റുവേഷൻ, 5 സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും? സഅലക്കൽ ഉസ്താദ് അനിൽ വാജിബ് അന്തഖദ് നസീത ദഫ്തറുൽ വാജിബ് ഫിൽ ബൈത്ത്, നിങ്ങളോട് ഉസ്താദ് നിങ്ങളുടെ എക്സസൈസ്, നിങ്ങളെ ഹോം എക്സസൈസിനെ കുറിച്ച് ചോദിക്കുന്നു. നിങ്ങളതാകട്ടെ നിങ്ങളുടെ രജിസ്റ്റർ, നോട്ട്ബുക്ക് വീട്ടിൽ വെച്ച് മറന്നുപോയിരിക്കുന്നു. നിങ്ങൾ എന്ത് പറയും? സമീരുൽ ലക മിൻ മദ്രസത്തിൻ ഉഖ്റ യുരീദു അൻ യുശാഹിദ ഹഫ്ലത്തുൻ തംസീൽ, വേറെ സ്കൂളിലുള്ള ഒരു നിങ്ങളുടെ കുട്ടി, സുഹൃത്ത്, നിങ്ങളുടെ നിങ്ങളുടെ പ്രായക്കാരൻ, നിങ്ങളുടെ ക്ലാസ് അതേ പ്രായത്തിലുള്ള ഒരു കുട്ടി, സമീരുൽ ലക, നിങ്ങളുടെ സഹപ്രവർത്തകൻ, മിൻ മദ്രസത്തിൻ ഉഖ്റ, മറ്റൊരു സ്കൂളിലുള്ള, യുരീദു അൻ യുശാഹിദ ഹഫ്ലത്തുൻ തംസീൽ, നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന നാടകം കാണാൻ ആഗ്രഹിക്കുന്നു. എന്ത് പറയും? എന്ത് ചെയ്യും? കുന്ത തഹജ്ജു മഅ വാലിദിക ഫി മക്കൽ മുകറമ വബഹസ്ത അൻഹു ഫലം നജിദു, നിങ്ങൾ നിങ്ങളുടെ ഉപ്പയോടൊപ്പം ഹജ്ജിന് മക്കയിലേക്ക് പോയി, നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചു, പക്ഷെ നിങ്ങൾ അദ്ദേഹത്തിന് മിസ്സായി പോയി, നിങ്ങൾ തമ്മിൽ കാണാതായി പോയി, നിങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ അന്വേഷിച്ചിട്ട് അയാളെ കാണാൻ കഴിയും. നിങ്ങൾ എന്ത് ചെയ്യും? കസബ്ത തദ്കിറത്തൻ ഫി മുസാബഖ, ഒരു മത്സരത്തില് കാണുന്നതിന് വേണ്ടിയുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടി. ലിസ്സഫരി കസബ്ത തദ്കിറത്തൻ ഫി മുസാബഖത്തിൻ ലിസ്സഫർ ഇല അയ്യി ബലദിൻ തുഹിബ്ബു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാട്ടിലേക്ക് പോകാനുള്ള യാത്രാ ടിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യും? തുരീദ് മുറാസല അറബി മിൻ തൂനിസ്, നിങ്ങൾക്ക് മുറാസല അറബിയും മിൻ തൂനിസ്, നിങ്ങളുടെ തുനീഷ്യ എന്നുള്ള ഒരു അറബിയുടെ ലെറ്റർ നിങ്ങൾ ഉദ്ദേശിക്കുന്നു. എന്ത് ചെയ്യും? ഈ സിറ്റുവേഷനിൽ 8 സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? 1 ഖുത്വാത്തുകളോട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ അതനുസരിച്ച് ചെയ്യേണ്ടതാണ്. ഇത് ഞാൻ ഒരു വർക്കിംഗ് മോഡൽ എക്സസൈസ് ആണ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. ഞാൻ ഇതൊന്നും എക്സസൈസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്താൽ മതി. 1ാമത്തെ മവാഖിഫ് ഉത്ലുബ് മിന തലാമിദ് ഇഖ്ലാഖുൽ കുതുബ് സുമ്മ ഇഖ്റഅൽ ഇബാറ, ഇത് വായിച്ചു നോക്കാനാണ് നിങ്ങളോട് പറയുന്നത്. എന്നിട്ട് ഇത് ഒരു വർക്കിംഗ് എക്സസൈസ് ആണ്, അത് ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. അപ്പൊ അത് നിങ്ങൾ ഈ പറയപ്പെട്ട സിറ്റുവേഷനിൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാണ്. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം, നാളെ വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ ഈ പറയപ്പെട്ടത് നിങ്ങൾ കണ്ടോളൂ. മുറാജ ദർസ് 24, മുറാജ കിതാബി അൽ വഹദ الثانية عشرة الوحدة الثانية عشرة എന്ന് പറയുന്ന യൂണിറ്റ്, അത് മുറാജ കിതാബിയ, അത് കഴിഞ്ഞ് മുറാജ ഷഫഹിയ ഒക്കെ ഉണ്ട്. ഇത് ഈ ചോദ്യങ്ങൾ പിന്നെ ഓരോന്നിനുണ്ട് മാർക്കുണ്ട്, 8 മാർക്ക്. ഇങ്ങനെ ഓരോ ചോദ്യത്തിനും മാർക്കുകളുണ്ട്. 1ാമത്തെ ചോദ്യത്തിന് 8 മാർക്ക്, 2ാമത്തെ ചോദ്യത്തിന്, അങ്ങനെ ഓരോരുത്തരും ഓരോ മാർക്കുകളുണ്ട്.
ഒന്നാമത്തെ താബീർ മുസവർ അതിന് 8 മാർക്ക്. പിന്നെ അത്തരം ഉത്തരങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ എങ്കിലും ഞാനത് നിങ്ങൾക്ക് നോക്കി വായിച്ചാൽ എന്ത് തന്നെയാലും ശരി നിങ്ങളത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം അതിന് 12 മാർക്ക്. മൂന്നാമത്തെ ചോദ്യത്തിന് 5 മാർക്ക്. സ്വതന്ത്രമായ ആശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മളൊരു ഒരു മീറ്റിങ്ങിലൂടെ നാളെ 4 മണിക്ക് വൈകുന്നേരം 4 മണിക്ക് ഞാൻ നിങ്ങൾക്കൊരു സൂം മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്കിത് വർക്കൗട്ട് ചെയ്യണം. ഞാൻ ചോദ്യങ്ങൾ ഓരോരുത്തരോട് ചോദിക്കും, അതിന് ഉത്തരം പറയണം. ഓറൽ എക്സസൈസുകളും റിട്ടൺ എക്സസൈസുകളും ഒക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 4ാമത്തെ ചോദ്യമുണ്ട്, അതിനുണ്ട് 5 മാർക്ക്. ഇനി അഥവാ അവിടെ നമ്മുടെ സൂം മീറ്റിങ്ങിൽ ഉത്തരം ഈ ടെസ്റ്റ് പൂർണ്ണമായില്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ LMS-ലായിട്ട് അത് പൂർത്തീകരിക്കും. അതോടുകൂടി ഇതവിടെ അവസാനിപ്പിക്കും. അടുത്ത ആഴ്ച നമ്മളെ 4th സെമ്മിലെ ക്ലാസ്സുകൾ തുടങ്ങും. 5ാമത്തത് ക്വസ്റ്റ്യൻ 5 മാർക്ക്, അതങ്ങനെ കാണാം. 6-ന് 5 മാർക്ക്, അങ്ങനെ പോവുകയാണ്. അങ്ങനെ 7 ചോദ്യങ്ങൾ. പിന്നെ ഇത്ര മാർക്ക്, ടോട്ടൽ ഇത്ര മാർക്ക് ഉണ്ടാവും. അത് നിങ്ങൾ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അത് ഞാൻ അപ്പോൾ പറയാം. എന്തായാലും നാളെ 7 മണിക്ക് എല്ലാവരും, നമ്മളെ ഇൻവിറ്റേഷൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നാളെ 7 മണിക്ക്, 7 മണിക്കല്ല 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക് നമ്മളിത് നടത്തും. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.